Programming in Malayalam ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ബ്രൗസറിൽ ഇൻട്രാക്ഷൻസ് ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നും അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ ഓരോന്നും യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. നമുക്ക് ബേസിക്കലി ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ബ്രൗസറിൽ വരുന്ന അലേർട്ട്സ് അല്ലെങ്കിൽ പോപ്പപ്പ് ബോക്സുകളെയാണ്. അതായത് ബ്രൗസറിൽ ഇൻബിൽട്ട് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന പോപ്പപ്പ് ബോക്സുകളാണ് നമ്മൾ ഇൻട്രാക്ഷൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്കത് മൂന്ന് രീതിയിൽ ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിന് മൂന്ന് പർപ്പസാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അലേർട്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പല വീഡിയോയിലും അത് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് ഫയലാണ്. നമ്മളിവിടെ സ്ക്രിപ്റ്റ് ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളിവിടെ വെറുതെ ഒരു അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻബിൽറ്റ് ഫംഗ്ഷനിൽ ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കുന്നു. ഈ ഒരു മെസ്സേജ് ആയിരിക്കും ബ്രൗസറിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ലോഡാവുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ പോസ് ആവുന്നതാണ്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ മൗസ് നമുക്ക് പുറത്തൊന്നും ക്ലിക്ക് ചെയ്യാൻ പോസിബിൾ അല്ല, കാരണം ക്ലിക്കിങ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പോസായ ഒരു അവസ്ഥയാണ്. ആക്ച്വലി നമുക്ക് ഈ അലേർട്ടിന് ആകെ ഉള്ള ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഒരു ഓക്കെ ബട്ടൺ. അപ്പോൾ ആ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ അലേർട്ട് ക്ലോസ് ആവുകയുള്ളൂ. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ പോലെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ പേജ് ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കോഡ് ഈ അലേർട്ട് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഇതിന് ശേഷമായിരിക്കും ആ ഒരു കോഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പ്രത്യേകത അതാണ്. അപ്പോൾ നോർമലി ഈ അലേർട്ട് നമുക്ക് ബ്രൗസറിൽ ഒരുപാട് കസ്റ്റമൈസേഷൻസ് പോസിബിൾ അല്ല. ഒരു ഡിഫോൾട്ട് സ്റ്റൈലിലായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ക്രോമിൽ എടുക്കുകയാണെങ്കിൽ അതൊരു വേറെ രീതിയിലായിരിക്കും. പക്ഷേ എന്നാലും ഈ ഒരു കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ബൈ ഡിഫോൾട്ട് ഇതൊരു ബ്രൗസറിലെ സെൻറ്റർ പൊസിഷനിലാണ് അലേർട്ട്സ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഒരു ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിൽ യൂസറിനെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ആണ് ഇങ്ങനെ ഒരു അലേർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രൗസറിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന മെസ്സേജസിനേക്കാളും കുറച്ചും കൂടി ഫോക്കസ് കിട്ടാനായിട്ടാണ് ഈ അലേർട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് വൺ നമ്മളിപ്പോൾ അലേർട്ടാണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് ടൈപ്പ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോംപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു യൂസർ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ്. അതായത് ഒരു അലേർട്ട് ബോക്സിൻ്റെ അകത്തു നിന്നും ഒരു യൂസർ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ എഡിറ്ററിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും പ്രോംപ്റ്റിന് 2 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ 2 ഇൻപുട്ടാണുള്ളത്. ഇപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ഓപ്ഷണലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു യൂസറിനെ ഏജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കുന്നു, എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു വാല്യൂ ഈ ഒരു വേരിയബിളിലേക്ക് നമുക്ക് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ഇവിടെ അലേർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് റീലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ബോക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓക്കെ അടിച്ചാൽ നമുക്ക് 23 എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ആ 23 നമ്മുടെ ഈ അലേർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻപുട്ട് എടുക്കുന്ന ഒരു സമയം വരെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കോഡിൻ്റെ വെയിറ്റിംഗ് ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും നമ്മുടെ അലേർട്ട്, അതായത് നമ്മുടെ ഇവിടെ നെക്സ്റ്റ് ലൈനിൽ എഴുതിയ അലേർട്ട് ട്രിഗർ ആവില്ല. ഈ ഒരു ഇൻപുട്ട് വന്നതിന് ശേഷം മാത്രമേ ആ ഒരു നെക്സ്റ്റ് ലൈൻ കോഡ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഇവിടെ നമ്മളിവിടെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അത് പ്രിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ്, അതായത് ഡിഫോൾട്ട് പാരാമീറ്റർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ആ ഡിഫോൾട്ട് പാരാമീറ്റർ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ടായിരിക്കും ഈ ഒരു പ്രോംപ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്ക് വന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ 30 എന്ന് പറയുന്ന വാല്യൂ ഓട്ടോ ഫില്ലായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോംപ്റ്റിൽ നമുക്ക് ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കേണ്ട സിറ്റുവേഷൻസിൽ മാത്രം ഇങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ തന്നെ പ്രിൻ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ പ്രോംപ്റ്റ് നമ്മൾ യൂസർ ഇൻപുട്ട് എപ്പോഴൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലൊക്കെയാണ് പ്രോംപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ അതിനൊരു പർപ്പസ് ഉള്ളൂ. അലേർട്ട് നമ്മൾ മെസ്സേജസ് കാണിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ കൂടാതെ നമ്മുടെ തേർഡ് വൺ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇൻട്രാക്റ്റീവ് ബോക്സ് അല്ലെങ്കിൽ അലേർട്ട് ബോക്സ് എന്ന് പറയുന്നത് കൺഫേം വിൻഡോയാണ്. അപ്പോൾ കൺഫേം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. കൺഫേം നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ചെക്കിങ് നടത്താനായിട്ടാണ്. അപ്പോൾ അത് കൺഫേം എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും, ഒന്നുമില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ അത് നമുക്കിവിടെ അതും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് പോസിബിളാണ്. ഇവിടെ നമ്മൾ കൺഫേം സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കൺഫേം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഇത് കൊടുക്കുന്നു. നോർമലി ഈ കൺഫേമൊക്കെ നമ്മൾ കൊടുക്കുന്നത് ജനറലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് ഒരു വെബിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യുകയാണ്, നമ്മൾ സെർവറിലെ ഡാറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ നമുക്ക് അൺഡു ചെയ്യാൻ സാധിക്കാത്തൊരു ഓപ്പറേഷനാണ്. അപ്പോൾ ഒരു യൂസർ അറിയാതെ വന്നിട്ടെങ്ങാനും ഒരു ബട്ടൺ ക്ലിക്കിൽ ആ ഡിലീറ്റ് നടന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കൺഫേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഈ കൺഫേം സ്റ്റാറ്റസ് എന്ന് പറയുന്ന വേരിയബിളായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും ഇത് വരുന്നത്. ഇതിന് ബൈ ഡിഫോൾട്ട് 2 വാല്യൂ ആണുള്ളത്, ഒന്ന് ഓക്കെ എന്ന് പറയുന്നതും മറ്റേത് ക്യാൻസലുമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും ഡു യു വാണ്ട് ടു ഡിലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓക്കെ അടിച്ചാൽ മാത്രമേ നമുക്കൊരു ബൂളിയൻ ട്രൂ വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ആക്ച്വൽ കോഡിൽ ഒരു ഡിലീഷൻ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒരു ഇഫ് ബ്ലോക്ക് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ബൂളിയൻ ട്രൂ ആണെങ്കിൽ മാത്രം ഡിലീറ്റ് ഓപ്പറേഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലാത്ത കേസിൽ എന്ത് പറ്റുന്നത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകുന്നതാണ്. അപ്പോൾ അവിടെ വച്ചിട്ട് സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ക്യാൻസലായി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ബൂളിയൻ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ട ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതും ഒരു അലേർട്ട് ബോക്സ് പോലെ നമുക്ക് ആ ഒരു സമയത്ത് പുറത്ത് എവിടെ ക്ലിക്ക് വർക്കിംഗ് ആയിരിക്കില്ല. ആ ഒരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തൊരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. ഇതാണ് ജനറലി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ഇൻട്രാക്റ്റീവ് പ്രോംപ്റ്റ്സ്. അപ്പോൾ അത് നമ്മൾ മൂന്ന് പർപ്പസ് അല്ലെങ്കിൽ 3 സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക.